ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. പള്ളുരുത്തിയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ജല അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. പള്ളുരുത്തിയുടെ കിഴക്കൻ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവുമായി ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പുല്ലുവായ വിരിച്ച് പ്രതിഷേധിക്കുന്നു. ഐശ്വര്യനഗർ, SN ലൈൻ, മാങ്കാമടം, പൊക്കണാമുറി, വേലിക്കക പ്രദേശങ്ങളിൽ കുടിനീർ കിട്ടുന്നില്ലെന്ന വാർഡ് കൗൺസിലർ ലൈലാദാസ് ഉൾപ്പെടെയുള്ളവർ പറയുന്നു. ഐശ്വര്യനഗറിൽ കുറച്ചു നാളുകളായി വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് ആക്ഷേപം. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചുവെങ്കിലും വെള്ളം ലഭിക്കാത്തതിന്റെ കാരണം കണ്ടെത്താനായിട്ടില്ലെന്ന്. പൈപ്പിൽ പലയിടത്തും ബ്ലോക്കും ചോർച്ചയും പ്രശ്നമാകുന്നുണ്ട്. അതേസമയം വെള്ളത്തിന്റെ പമ്പിംഗ് കുറഞ്ഞതാണ് കുടിവെള്ളക്ഷാമത്തിന് കാരണമെന്നാണ് കൗൺസിലർമാർ പറയുന്നത്. പള്ളുരുത്തി പമ്പ് ഹൗസിന് സമീപത്തായിട്ടും വെള്ളം കിട്ടാത്തതിന് കാരണം പമ്പിംഗ് കുറഞ്ഞതാകാമെന്നാണ് കരുതുന്നത്. കുടിവെള്ളം കിട്ടാതെ നിരവധി കുടുംബങ്ങൾ അലയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രശ്നപരിഹാരത്തിനായി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കരുവലിപ്പടി വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കൗൺസിലർ ലൈലാദാസ്, ജീജ ടെൻസൻ എന്നിവരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഓഫീസിന് മുന്നിൽ പുല്ലുവായ വിരിച്ച് പ്രതിഷേധിച്ചു. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം, മധു വാർമയിൽ ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പള്ളുരുത്തി എടക്കൊച്ചി ഭാഗത്ത് രൂക്ഷമായി നേരിടുന്ന കുടിവെള്ളക്ഷാമം വലിയൊരു വിഷയമായി മാറുമ്പോൾ ഈ വാട്ടർ അതോറിറ്റി അധികാരികൾ പള്ളുരുത്തി മേഖലയിൽ മരുന്നുകട പമ്പിലേക്ക് പമ്പ് ചെയ്യേണ്ട MLT വെള്ളം ഡൈവേർട്ട് ചെയ്ത് എറണാകുളം നഗരത്തിലേക്ക് പമ്പ് ചെയ്യുകയാണ്. നമുക്ക് ലഭിക്കേണ്ട കുടിവെള്ളത്തിന്റെ മൌലിക അവകാശം എറണാകുളം നഗരത്തിലേക്ക് പമ്പ് ചെയ്ത് നമുക്കിവിടെ കുടിവെള്ള ഷോർട്ടേജ് നേരിടുമ്പോൾ അവിടെയുള്ള നിലവിലെ മോട്ടറിനകത്ത് എയർ കയറി മോട്ടോർ പമ്പ് ചെയ്യാൻ കഴിയാതെ മലിനജലവും അതുപോലെ ഉപ്പുവെള്ളവും അടക്കമുള്ള മലിനജലങ്ങൾ കുടിക്കേണ്ട സാഹചര്യത്തിലേക്ക് പള്ളുരുത്തി എടക്കൊച്ചി ഭാഗത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടനുഭവിക്കുന്ന സാഹചര്യത്തിൽ പള്ളുരുത്തിക്ക് ലഭിക്കേണ്ട കുടിവെള്ളത്തിന്റെ MLT കുറച്ച് എറണാകുളം നഗരത്തിലേക്ക് പമ്പ് ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയുടെ വിവേചനപരമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട കൌൺസിലർമാരായ ജീജ ടെൻസനും ലൈലാദാസും അടക്കമുള്ള ആളുകൾ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ ഈ അതിരാവിലെ തന്നെ ഈ ഒരു കുത്തിയിരിപ്പ് സമരത്തിന് തുടക്കം കുറിക്കുന്നു. പല പ്രദേശത്തും ഉപ്പുവെള്ളമാണ് പൈപ്പിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെളി കലർന്ന വെള്ളവുമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും അസുഖങ്ങളാണ്. വയറിളക്കും ഛർദിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഇവരുടെ കുട്ടികളൊക്കെ ഹോസ്പിറ്റലിലാണ്. ഇന്നും സ്കൂളിലൊന്നും പഠിക്കാൻ വിട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. കുളിക്കാനും ദൈനംദിന ആവശ്യത്തിനൊന്നും തന്നെ വെള്ളമില്ല. ഒന്നാമത് നമ്മുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളക്കയറ്റമുള്ള ഒരു സ്ഥലമാണ്. ചുറ്റും പുഴയും തോടുകളുമാണ്. അതുകൊണ്ട് തന്നെ ബോർവെൽ വെള്ളവും ഇല്ല നമ്മുടെ അവിടെ. എല്ലാത്തിനും ഈ പൈപ്പിലൂടെ വരുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് അവിടെയുള്ള ആളുകൾ കഴിയുന്നത്. അപ്പോൾ അടിയന്തരമായിട്ട് പരിഹാരം കാണണം. എനിക്ക് തോന്നുന്നത് നമ്മുടെ പള്ളുരുത്തി വാട്ടർ ടാങ്കിലേക്കുള്ള വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതാണ് ഇത്തരത്തിൽ എല്ലാ സ്ഥലത്തും മോശം വെള്ളം വരാനായിട്ടുള്ള കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് അധികൃതർ വെള്ളത്തിന്റെ അളവ് കൂട്ടുക. പമ്പിങ് 3 ദിവസവും നടത്തണം. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഒരു ദിവസം 2 പമ്പ്, അടുത്ത ദിവസം 3 പമ്പ് എന്നാണ് പറയുന്നത്. പക്ഷെ 3 പമ്പ് അടിക്കുന്ന ദിവസവും നമ്മുടെ ഡിവിഷനിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ചില സ്ഥലങ്ങളിലൊക്കെ ഒട്ടും തന്നെ വെള്ളം വരുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഭയങ്കര പ്രശ്നമായിട്ടിരിക്കണേന്. ഞങ്ങൾക്ക് കുടിക്കാൻ പോലെ അടിയന്തര ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. കൊച്ചുങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അസുഖമായിട്ട് ഹോസ്പിറ്റലായിരുന്നു 2 പേര്.
വയറിന് ഛർദിലും അങ്ങനെ മറ്റു പ്രശ്നങ്ങൾ പ്രായമായിട്ടുള്ളവരും ഇത് അനുഭവിക്കുന്നതാണ്. എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നെ അത് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഈ ബന്ധപ്പെട്ട അധികാരികളോട് നിങ്ങൾ നേരത്തെ ബന്ധപ്പെട്ടായിരുന്നു? ബന്ധപ്പെട്ട ഞങ്ങൾ കൗൺസിലിൻ്റെ അടുത്താണ് കൂടുതലും ഞങ്ങൾ ബന്ധപ്പെടണം. വേറെ ആരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. കൗൺസിലറാണ് ഞങ്ങൾ ആദ്യം കൊടുക്കണം പരാതി. പിന്നെ ഞങ്ങൾ കൗൺസിലേഴ്സ് അനുഭവിക്കുന്ന നരകയാതനയാണ്. കാരണം ജനങ്ങൾ രാത്രിയിലും കൂടെ കിടന്നുറങ്ങാൻ പറ്റില്ല. പാതിരാക്കൂടി വിളിക്കും. എല്ലാവർക്കും ഉപ്പുവെള്ളമാണ് വേണ്ടത്. ഡിവിഷൻ മൊത്തം ഇപ്പോൾ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. കാരണം ചെളി നിറഞ്ഞ വെള്ളം വരുന്നു. ആദ്യം ഒരു പൊക്കണാമുറിയിൽ ഞങ്ങൾ ഒരു കുഴലിട്ടു. അതിന്റെ പ്രശ്നമാണോ എന്ന് കരുതിയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇപ്പം മാങ്കാമടം, ഐശ്വര്യ ലൈൻ, വെസ്റ്റൻ ലൈൻ, കഞ്ഞിച്ചോട്, സർഗവേദി, പൊക്കണാമുറി, തേവഞ്ചേരിയിലുള്ള ആൾക്കാർക്കൊക്കെ വയറിളക്കമാണ്. അവരിവിടെ വരേണ്ടതാണ്. അവിടെ പലർക്കും വയറിളക്കമായിട്ട് എടുക്കും. അത്രയും അവസ്ഥയാണ്. വെള്ളമില്ല. ഒന്നെങ്കിൽ വെള്ളം എന്താണെന്ന് അറിയണം. ഇപ്പം ഈ നമ്മുടെ മരുന്ന് കടയിൽ നിന്ന് ഒരു പുതിയൊരു കുഴലി റോഡ് കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അവസ്ഥ ഞങ്ങൾക്ക് ഒന്നും കൂടി കൂടിയത്. വെള്ളം വരാത്തത് 14, 15, 17 അത്രയും ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റണില്ല. ഇന്നും കൂടി ഇപ്പോൾ ഒരു 10-12 പേര് വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞേക്കണേ ഇങ്ങ് വാട്ടർ അതോറിറ്റിയിൽ വാ, നമ്മ അതിൻ്റെ ഒരു തീരുമാനം. ഇന്ന് അതിൻ്റെ ഒരു തീരുമാനം അറിഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അത്രയും അവസ്ഥ മോശമാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.